ആശാനെ, കുമാരി മിനുവിനിന്റെ പോക്ക് കണ്ടോ? ഓ, അവളുടെ നോട്ടം കണ്ട നമ്മളെ കൊണ്ട് കടിച്ചു പറിച്ച് എടുത്തു പോലെയാ. നിനക്കൊന്നും അമ്മയും തൊന്നമാരും ഇല്ലേടാ? അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അവരോടൊന്നും ഇത്തരത്തിൽ പെരുമാറിക്കൂടാ. സാമൂഹ്യ വിരുദ്ധമല്ലേ? അതുകൊണ്ടാണ് വല്ലവന്റെയും പെങ്ങന്മാരെ പ്രയോഗിക്കുന്നത്. എടി, അന്ന് മുതൽ അയാൾ എന്നെ നിരന്തരം ശല്യം ചെയ്യാണ്. അത്രയ്ക്കായോ അവന്റെ തെമ്മാടത്തരം? നീ എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങളെ ഒരു വഴക്കിന് വിടരുതെന്ന് കരുതി അയാളെ പിന്തുടർപ്പിക്കാൻ ശ്രമിക്കായിരുന്നു. ഇതുവരെ ഇനി വയ്യ. സാരമില്ല, നാളെ ഞാനും നിന്റെ കൂടെ വരാം. എന്തായി? തീരുമാനത്തിന് വല്ല മാറ്റമുണ്ടോ? ഓ, അവനെ കാര്യമാക്കണ്ട. കണ്ടിട്ട് മാന്യനും വിദ്യാഭ്യാസമുള്ളവനാണെന്ന് തോന്നുന്നു. നിന്നെ രക്ഷിക്കാനും കോടതി സാക്ഷി പറയാനൊന്നും അവനെ കിട്ടില്ല. ഞാൻ അവസാനമായി യാചിക്കുന്നു, എന്നെ ശല്യം ചെയ്യരുത്. ഓ, അപ്പൊ നിന്റെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. വിറയ്ക്കാതെ കാര്യം പറയടോ. എന്താ തനിക്ക് വേണോ? എന്റെ കാര്യം കഴിയട്ടെ. എടാ പട്ടി, ഇനി നീ ഇവിടെ ശല്യം ചെയ്താൽ നിന്റെ സ്ഥാനം അയാളോട് വഴക്കിടാൻ പോകണ്ടായിരുന്നു. പിന്നെ നിന്നെ അവന് വിട്ടുകൊടുത്ത് ഞാൻ കാവൽ നിൽക്കണം. അവനൊക്കെ ദുഷ്ടന്മാരാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവര്. ഇത്തരം സന്ദർഭത്തിൽ മറ്റുള്ളവരെ ഒന്നിനും മടിക്കാത്തവരാവും. നീ നോക്കൂ, അവനെ ഞാൻ... അത് കഴിഞ്ഞില്ലേ? എന്തൊരു ദേഷ്യമായത്. പിന്നെ ഞാനിന്നലെ പറഞ്ഞത് മറന്നുപോയോ? എന്താ? നാളെ നമ്മുടെ വിവാഹ വാർഷികമാണ്. ആഘോഷിക്കണം. 8 വർഷമായില്ലേ? ആഘോഷിച്ചൊക്കെ മതി. ആര് പറഞ്ഞു മതിയെന്ന്? ക്ഷേമമാക്കണം. രാവിലെ അമ്പലത്തിൽ പോണം, മക്കൾക്ക് തുണി വാങ്ങണം, അയൽവക്കത്തുള്ളവരെല്ലാം വിളിച്ച് നല്ലൊരു പാട്ട് നടത്തണം. അതൊക്കെ നാളത്തെ കാര്യല്ലേ? ഇപ്പൊ കിടന്ന് നടക്കാൻ നോക്കാം. ലൈറ്റ് അണയ്ക്കാൻ തീർച്ചയായും ഇപ്പൊ അണയ്ക്കുന്നില്ല. ഇല്ലേ? ഇല്ല. നമുക്കെന്നും ആഘോഷമല്ലേ? ഈ ഒരു ആഘോഷമേ ഉള്ളൂ. ശരി, എന്നാ നാളെ ഒരു മഹോത്സവം തന്നെ സംഘടിപ്പിച്ചേരാം. എന്താ? പക്ഷെ ഇന്ന് എന്തൊരു ശല്യായത്. ഒരുപാട് ഒന്ന് ഉറങ്ങാൻ കൂടെ സമ്മതിക്കില്ല.
പറഞ്ഞിട്ട് മൂക്കം കുറിച്ച് കിടന്ന് ഉറങ്ങാം. നീ പോയില്ലേ? അത് മതി. വിവാഹ വാർഷികമാണെന്ന് രണ്ടുപേരും പോകേണ്ടതല്ലേ? ഇടിയും വണ്ടി വിവാഹം മാത്രമേ അമ്പലത്തിൽ വെച്ച് നടത്തൂ. അതിന്റെ ആഘോഷം അമ്പലത്തിൽ വെച്ച് നടത്തുന്നത് അശ്രീകരമാണ്. അതൊക്കെ ഇവിടെ വെച്ച്. ഈ ഒരു ചിന്തയുള്ളൂ. പിന്നെ നമുക്ക് ഈ ദിവസം നല്ലപോലെ ആഘോഷിക്കണം. ആഘോഷിക്കാം, അതിനെന്താ? ദൈവം സഹായിച്ച എനിക്ക് നിനക്ക് ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നീ നമ്മുടെ കഴിഞ്ഞ 9 വർഷത്തെ കൂട്ടായ അധ്വാനത്തിന്റെയും ആഘോഷത്തിന്റെയും ഫലമാണ്. ഈ മനുഷ്യനെ എനിക്ക് തന്നെ തന്നല്ലോ ദൈവമേ. മോനെ, ബിജുമോനെ, മോളെ എഴുന്നേക്ക് മിനി മോളെ. മമ്മി എനിക്ക് മോളും പോയിട്ടോ. ചുള്ളത് കാണുന്നു. പോയി ഈ പാത്രങ്ങളെല്ലാം കഴുകി തുണി വെച്ചിരുന്നാ മതി. തുണി കഴുകണ ചേച്ചി? നാളെ മതി. എടുത്തരേ. മോനെ, സ്കൂളിൽ ഓടിച്ചാടി നടന്ന് മറഞ്ഞു വീഴരുത് കേട്ടോ. അമ്മേ, ഈ ബിജുമോൻ എപ്പോഴും കളിയാ. ചുമ്മാ ഈ പെണ്ണ എപ്പോ നോക്കിയാലും കളിക്കുന്നത്. പെണ്ണോ? ചേച്ചിന് പറ. ശ്രീമതി, ഒന്ന് വേഗം റെഡിയാകും. ഇപ്പൊ നല്ല കുട്ടികൾ അങ്ങനെ. പിന്നെ ശങ്കരേട്ടനെയും റീത്തയും വിളിക്കണം. ആ വിൻസന്റെ വീട്ടിലേക്ക് ഞാനില്ല, നീ പോയി വിളിച്ചോളാം. ശരി, വേഗം കയറും മോളെ. ഞാൻ റീത്തെടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരാം. ഞാൻ ശങ്കരേട്ടനെ വിട്ടിരിക്കാം. വാ മക്കളെ. ഒരു കാര്യം പറയാനാണ് വന്നത്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ക്ഷണിക്കുന്നു. ഞാൻ വന്നത് എല്ലാം ഞാൻ കേട്ടു. നീ ഭാഗ്യവതിയാണ്. എന്നും ഇതുപോലെ കാണാൻ നീ പ്രാർത്ഥിക്കുന്നു. എല്ലാം മംഗളമായി നടക്കും മക്കളെ. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വിവാഹ വാർഷികം പൊടിക്കണം. ചെറിയ തോതിൽ പോരാ, വലിയ തോതിൽ തന്നെ നടത്തണം. എന്റെ വിവാഹ ദിനങ്ങൾ ഒത്തിരി കഴിഞ്ഞതാണ്, പക്ഷെ പൂർണ്ണത നേടിയില്ല. ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നില്ല. ഇന്ന് ഞാൻ സംതൃപ്തനാണ്. നിങ്ങളുടെ കുട്ടികൾ എന്റെയും കുട്ടികളാണ്. ഇവരെ കാണാതെ ഒരു നിമിഷം പോലും എനിക്കിരിക്കാനാവില്ല. സ്കൂള് വിട്ടാ പിന്നെ അവരിവിടെ ആണല്ലോ. ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന പറ്റില്ല. കാര്യമായിട്ട് എന്തെങ്കിലും ഒരുക്കിക്കോണം. തിന്നു തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്തുവാണ് ഇവിടെ എപ്പോഴും ഒരു തീറ്റ കാര്യം? നിനക്കൊന്നും തിന്നാനാത്ത പോലെ കേട്ടോടി പെണ്ണെ.
ഇവിടെ ഉണ്ടാക്കുന്നത് മുഴുവൻ ഞങ്ങൾ തിന്നണില്ല, എല്ലാം വേലക്കാരി കൊണ്ടുപോവാ. അമ്മേ, ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. അതായത് ഇവളെന്റെ കഴുത്തിൽ കെട്ടി ഞാന്നിട്ട് ഇന്ന് 9 വർഷം തികയാണ്. അമ്മ വരണം. ആ അപ്പൊന്ന് പായസം, പപ്പടം, ശർക്കരപ്പേരി ഒക്കെ കാണും. എനിക്ക് മധുരം വെച്ച ജീവന. എന്റെ ചുറ്റിത്തലേനും അങ്ങനെ തന്നെയാ. അല്ലേ മോനെ? നമുക്ക് അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ. വരും മോനെ. ആ, പിന്നെ എനിക്ക് ഈ പാൽപ്പായസവും പുല്ലൊന്നും ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കിളവന്റെ മുമ്പിൽ സമ്മതിച്ചെന്നുള്ളൂ. എനിക്ക് നീ ഒരു സ്മോൾ മേടിച്ച് അവിടെ വച്ചേക്കണം. ആ പിന്നെ അമ്പിളിക്കുട്ടിന് ഇത് അറിയും കേട്ടോ. അറിഞ്ഞൊരു തുള്ളി എനിക്ക് കിട്ടില്ല. അത്രയല്ലേ ഉള്ളൂ, ഞാൻ ഏറ്റു.